എല്ലാവർക്കും നമസ്കാരം. 2025 മാർച്ച് മാസം 29 തീയതി ശനി വക്രഗതിയിൽ നിന്നും നേർരേഖയിൽ സഞ്ചരിക്കും. എന്നാൽ നവംബർ 15, 2024 മുതൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി കഷ്ടതകൾ അനുഭവിച്ചു വന്നിരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം വരാൻ പോകുന്നു. കുറച്ച് നക്ഷത്രങ്ങൾക്ക് ചെറിയ ദോഷഫലങ്ങളും ഉണ്ടാവുന്നതാണ്. നവഗ്രഹങ്ങളിൽ മന്ദതയുള്ള ഒരു ഗ്രഹമാണ് ശനി. വളരെ പെയ്യെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. 2.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി സഞ്ചരിക്കുന്നത്. ആധികാരികമായി പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവർക്കും നല്ല ഫലങ്ങൾ മാത്രം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ദോഷഫലങ്ങൾ ഉള്ളവർ പ്രാർത്ഥനയിൽ മുഴുകി ശനി ഭഗവാന് വഴിപാട് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ പകുതി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇവിടെ പറയുന്നത് ഒരു പൊതുവേ ഉള്ള ഒരു ഫലമാണ്. അവരവരുടെ ജാതകവശാൽ കൂടിയൊന്ന് നോക്കി, ഒരു നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കി വിലയിരുത്തിയാൽ നന്ന്. ഗുണഫലങ്ങൾ ഉണ്ടാവുന്ന കുറച്ച് നക്ഷത്രങ്ങൾ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം. കഴിഞ്ഞ 2.5 വർഷക്കാലമായി അനുഭവിച്ചു വന്ന ദുരിതങ്ങൾ എല്ലാം അവസാനിക്കുന്നതാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും ശാന്തിയും സമാധാനവും കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളുമാണ് വരാൻ പോകുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടുവാനും വിദേശവാസം ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശവാസത്തിനും യോഗം കാണുന്നുണ്ട്. നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ പഠനനില മെച്ചപ്പെടും. കർഷകർക്കും വ്യവസായികൾക്കും ഉദ്യോഗസ്ഥർക്കും കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉന്നതിയും ഉയർച്ചയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന നവംബർ 15 തീയതി മുതൽ പ്രകടമാകുന്നത്. 2025 മാർച്ചോടുകൂടി ആ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നല്ലത് ചെയ്യുന്നവർക്ക് ശനി വാരിക്കോരി തരുന്ന ഒരു ഗ്രഹമാണ്. ആയതിനാൽ ശനീശ്വരന് വഴിപാട് കഴിച്ച് അവരവരുടെ മതവിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ശനിയുടെ അനുഗ്രഹം കിട്ടുന്ന അടുത്ത രാശി ചിത്തിര, ചോതി, വിശാഖം ഉൾപ്പെട്ട തുലാം രാശിക്കാരാണ്. മഹാഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത്. മേൽപ്പറഞ്ഞ പോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ്. അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് വരുന്നത്. നല്ലത് മാത്രം ചെയ്യൂ. ശനി ഭഗവാന്റെ അനുഗ്രഹം ശരിക്കും നിങ്ങൾക്ക് ലഭിക്കും. ഗ്രഹം, വാഹനം, വിവാഹം, ജോലി, വിദേശവാസം എല്ലാം അനുകൂലമാകുന്ന സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന തുലാം രാശിക്കാർക്ക് എല്ലാം കൊണ്ടും ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി ഉത്രാടം, തിരുവോണം, അവിട്ടം ഉൾപ്പെട്ട മകരം രാശിക്കാരാണ്. ഈ നാളുകാർക്ക് അടുത്ത 2.5 വർഷക്കാലം നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്.
ശനീശ്വരൻ്റെ ദോഷത്താൽ കെടുതി അനുഭവിച്ച ഇവർക്ക് ഇനി 2.5 വർഷം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്ന സമയമാണ്. നീതി, ന്യായം, സത്യം ഈ വഴിയിൽ സഞ്ചരിച്ചാൽ ദോഷകാലത്തും പോലും ശനി ഭഗവാൻ അല്ലെങ്കിൽ ശനി എന്ന ഗ്രഹം അനുഗ്രഹിക്കുന്നതാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള ഗ്രഹമാണ് ശനി. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്ന 2.5 വർഷക്കാലം. ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറി അപ്രതീക്ഷിതമായുള്ള ധനവരവ് നിങ്ങളെ കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക, വ്യവസായ, കലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുവരെയും നടക്കാത്ത മന്ദഗതിയിലായിരുന്ന എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുവാൻ പോകുന്നു. ശനി ഭഗവാനെ ജപിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് ധൈര്യമായി മുന്നോട്ട് വയ്ക്കുള്ളൂ. അടുത്തത് ഇടവം രാശി. കാർത്തിക, രോഹിണി, മകയിരം ഇവർക്ക് ശനി ലാഭസ്ഥാനത്തേക്ക് വരുന്നു. അതായത് 11ാം ഭാവത്തിലേക്കാണ്. ധനലാഭം, സാമ്പത്തിക നേട്ടം, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇപ്പോൾ അനുയോജ്യമായ സമയമാണ്. ചിട്ടി, ലോട്ടറി കിട്ടാനുള്ള കുടിശ്ശിക എന്നിങ്ങനെ അപ്രതീക്ഷിത ധനലാഭമുണ്ടാവുന്ന സമയമാണ് വരുന്ന 2.5 വർഷക്കാലം. എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെയും സമ്പദ് സമൃദ്ധിയുടെയും കാലമാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി അനുഭവിച്ച ദുരിതങ്ങൾ എല്ലാം മാറി അതിസമ്പന്നരാകുന്ന സമയമാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും രാജയോഗം ഉണ്ടാവുന്നതാണ്. എല്ലാ മേഖലയിലും വിജയം കൈവരിക്കും. രോഗദുരിതങ്ങളെല്ലാം മാറി കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാവുന്ന സമയമാണ്. ജീവിതത്തിൽ ആത്മീയത ഉൾപ്പെടുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് സമർപ്പിച്ച് സത്യം, നീതി, ന്യായം എന്നിവ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഉറപ്പ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.